പാക് മധ്യസ്ഥതയിൽ ടെഹ്റാനിൽ നടക്കുന്ന ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ആണവവിഷയത്തിലും ഹോർമുസ് ചുങ്കം പിരിക്കുന്ന കാര്യത്തിലും ഇറാൻ നിലപാട് അംഗീകരിക്കില്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഒരു നിലയ്ക്കല്ലെങ്കിൽ മറ്റൊരു നിലയ്ക്ക് അമേരിക്ക ആഗ്രഹിക്കുന്നത് നടക്കണമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. ഹോർമുസിൽ ഇറാനുള്ള പരമാധികാരം ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കില്ലെന്ന് IRGCയും വ്യക്തമാക്കി. ഇറാനും അമേരിക്കയും തമ്മിൽ നേരിട്ടുള്ള ചർച്ചയ്ക്ക് വഴി തുറക്കുന്നതിന്റെ ഭാഗമായി പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ ഇന്ന് ടെഹ്റാനിലെത്തും. പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി സെയ്ദ് മുഹസിൻ നഖ്വിയും ഇറാനിൽ തുടരുകയാണ്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്ന് വൈറ്റ് ഹൌസ് ചീഫ് സെക്യൂരിറ്റി ഉപദേഷ്ടാവ് സ്റ്റീഫൻ മില്ലർ ഇറാന് മുന്നറിയിപ്പ് നൽകി. MC നാസറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. നാസർ, ഈ ഒരു നിർണായക സമയത്ത് അമേരിക്ക ഇത്തരത്തിലുള്ള ഒരു കടുംപിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകും. ചർച്ചകൾ വഴിമുട്ടിയാൽ അല്ലെങ്കിൽ ചർച്ചകൾ നല്ല രീതിക്കല്ല മുന്നോട്ട് പോകുന്നതെങ്കിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതം ഉണ്ടാകുമെന്ന ഇറാന് ഈ ഒരു ഘട്ടത്തിൽ മുന്നറിയിപ്പ് നൽകി. അല്ലാതെ ഏത് രീതിയിലായിരിക്കും ഇറാൻ മുന്നോട്ടുള്ള ചർച്ചകളിൽ നിലപാടെടുക്കുന്ന കാര്യങ്ങൾ തീരുമാനിക്കുക? ബിനീഷ, ചർച്ചകൾ പുരോഗമിക്കുന്നതായിട്ടാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഈ രണ്ടുപേരും ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ ആ ചർച്ചകളുടെ പൊതു സ്വഭാവം എന്നത് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ വലിയ തോതിലുള്ള ഭിന്നത തന്നെയാണ് നിലനിൽക്കുന്നത്. ഒന്ന് ആണവ വിഷയം, രണ്ടാമത്തേത് ഹോർമസ് കടലിടുക്കിലുള്ള ഇറാന്റെ പരമാധികാരവുമായി ബന്ധപ്പെട്ട പ്രശ്നം. ഈ രണ്ട് കാര്യങ്ങളിലും രണ്ട് രാജ്യങ്ങളും വ്യത്യസ്തമായിട്ടുള്ള നിലപാടിൽ തന്നെയാണ് ഈ ഘട്ടത്തിലും ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കരാറിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാധ്യത എന്നത് വീണ്ടും വിദൂരമായി തന്നെ മാറുകയാണ്. രണ്ട് രാജ്യങ്ങളും ഈ ചർച്ചകൾ മുന്നോട്ട് പോകുന്നതായിട്ടും പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ആശയവിനിമയം വളരെ ശക്തമായിട്ട് തുടരുന്നതായൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ പോലും ഈ ഭിന്നമായിട്ടുള്ള ചേരിയിൽ നിന്നുകൊണ്ട് എങ്ങനെ ഒരു കരാറിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്ന ഒരു ചോദ്യം തന്നെയാണ് മധ്യസ്ഥ രാജ്യങ്ങളും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അല്പം മുമ്പ് മാധ്യമപ്രവർത്തകരുമായിട്ട് സംവദിച്ച ഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും തന്റെ രാജ്യം ഇറാന്റെ കാര്യത്തിൽ നടപ്പാക്കില്ല എന്നാണ്. അതിലേറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് 440 കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് ഇറാന്റെ പക്കലുള്ളത്. അത് തങ്ങൾക്ക് തന്നെ നേടിയെടുക്കും. ഇനി അത് നേടിയെടുക്കുന്നില്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് നശിപ്പിക്കും. ഈ രണ്ട് ഓപ്ഷൻ മാത്രമാണ് തങ്ങൾക്ക് മുമ്പാകെ ഉള്ളത്. എന്തായാലും ആ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനിൽ തുടരാനോ അത് ഇറാന്റെ കൈവശം സൂക്ഷിക്കാനോ ഒരു നിലയ്ക്കും അനുവദിക്കുകയില്ല എന്ന വളരെ ശക്തമായിട്ടുള്ളൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ട്രംപ് ഏറ്റവും അവസാനമായിട്ട് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഹോർമുസ് കടലിടുക്കിൽ അതിലൂടെ പോകുന്ന കപ്പലുകൾക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ ചുങ്കം പിരിക്കാനുള്ള ഇറാന്റെ നീക്കം അത് ഒരു നിലക്കും അമേരിക്ക അനുവദിക്കാൻ പോകുന്നില്ല എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളിലും ഇറാന്റെ നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വമാവട്ടെ സൈനിക നേതൃത്വമാവട്ടെ വളരെ ശക്തമായിട്ടുള്ളൊരു നിലപാടാണ് പിന്നിട്ട ദിവസങ്ങളിൽ എന്നപോലെ ഇന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഹോർമുസിന്റെ ആ കടലിടുക്കിന്റെ പൂർണ്ണമായിട്ടുള്ള അധികാരം തങ്ങൾക്കാണ്. ആ കപ്പൽ പാതയിൽ ഈ കപ്പലുകൾ ഏത് ദിശയിൽ പോകണമെന്ന് തങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ പോലും പിന്നിട്ട 24 മണിക്കൂറിനുള്ളിൽ 31 കപ്പലുകൾ തങ്ങളുടെ അനുമതിയോടുകൂടി ഹോർമസ് കടന്നതായിട്ടാണ് ഇറാൻ സേന അവകാശപ്പെടുന്നത്. അത് തങ്ങൾ നിർണയിച്ച അതേ പാതയിലൂടെയാണ് ഈ കപ്പലുകൾ കടന്നുപോയിരിക്കുന്നത്. ഇനി അങ്ങോട്ടും അത് തന്നെയായിരിക്കും ഉണ്ടാവുക. പക്ഷേ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സഖ്യരാജ്യങ്ങളുടെയും ഒരു കപ്പലിന് പോകാൻ അനുവദിക്കുകയില്ല എന്ന വളരെ ശക്തമായിട്ടുള്ള നിലപാട് ഇറാൻ പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ കാര്യം. അത് രാജ്യത്തിന്റെ പൊതു സ്വത്താണ്. അത് വിട്ടുകൊടുക്കുന്ന ഒരു പ്രശ്നം പോലും ഇവിടെ ഉദിക്കുന്നില്ല. അതോടൊപ്പം തന്നെ യുറേനിയം സമ്പുഷ്ടീകരണം എന്നത് അതൊരു നിശ്ചിത കാലയളവിലേക്ക് വേണമെങ്കിൽ നിർത്തിവെക്കാം എന്നതല്ലാതെ സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ള ആണവ ശക്തി എന്നത് തങ്ങൾക്ക് അന്താരാഷ്ട്ര സമൂഹം അനുവദിച്ചു തന്ന ഒരു അവകാശമാണ്. അത് ഒരിക്കലും അമേരിക്കയുടെ തിട്ടൂരങ്ങൾക്ക് മുമ്പാകെ അടിയറവെക്കാൻ രാജ്യമോ രാജ്യത്തെ ജനങ്ങളോ തയ്യാറല്ല എന്നുകൂടി തന്നെയാണ് ഇറാനിലെ രാഷ്ട്രീയ സൈനിക നേതൃത്വം ഇന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. അപ്പോൾ എവിടെയാണ് രണ്ടു കൂട്ടർക്കും യോജിക്കാവുന്ന ഒരു സാധ്യത ഉള്ളത് എന്ന് വെച്ചാൽ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രാരംഭ ചർച്ചകൾക്ക് വേണ്ടി മാത്രമാണ് രണ്ടു കൂട്ടർക്കും ഇടയിൽ ഒരു സമവായം രൂപപ്പെട്ടിരിക്കുന്നത്. അതാണിപ്പോൾ ഇറാൻ നേതൃത്വവും വ്യക്തമാക്കുന്നത്. ഏറ്റവും അവസാനം നടക്കുന്ന ചർച്ചകളിൽ പ്രധാനമായും തങ്ങൾ ഊന്നുന്നത് യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കുക, ഹോർമസിനെ സ്വതന്ത്രമാക്കുക. ഈ രണ്ട് ദിശയിൽ ഒരു പക്ഷേ രണ്ട് രാജ്യങ്ങൾക്കും ഒത്തുപോകാൻ സാധിക്കും. പക്ഷേ ഘട്ടം ഘട്ടമായിട്ട് ഒരു ചർച്ചയിലൂടെ മാത്രമേ ആണവ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു തീർപ്പുണ്ടാക്കാൻ സാധിക്കൂ എന്നത്
എന്നത് തന്നെയാണ് ഇറാന്റെ നിലപാട്. അതിലേക്ക് ഇനി അമേരിക്കൻ പ്രസിഡന്റ്, അമേരിക്കൻ ഭരണകൂടം എത്തിച്ചേരുമോ, അതല്ല ഈ കരാറില്ലാത്ത രൂപപ്പെടാൻ സാധ്യത വിരളമായിരിക്കെ വീണ്ടും ഒരു ആക്രമണത്തിലേക്ക് അമേരിക്കൻ ഭരണകൂടം നീങ്ങുമോ എന്നത് സംബന്ധിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരിക്കും വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ലഭ്യമാകാൻ പോകുന്നത്. എന്തായാലും പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രി മുഹസിൻ നഖ്വി ഇപ്പോൾ 2 ദിവസമായിട്ട് അദ്ദേഹം തെഹ്റാനിലുണ്ട്. വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ഉൾപ്പെടെയുള്ളവരുമായിട്ടും നഖ്വി വിശദമായിട്ടുള്ള ചർച്ച നടത്തിയിരുന്നു. അമേരിക്ക ഏറ്റവും അവസാനം കൈമാറിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ അത് ഇറാൻ നേതൃത്വത്തിന് കൈമാറിയതായിട്ട് അവർക്ക് സമർപ്പിച്ചതായിട്ട് അവർ പരിശോധിച്ച് വരികയാണെന്ന് ഇറാൻ നേതൃത്വവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രിയോടുകൂടിയാണ് പാകിസ്ഥാന്റെ പട്ടാള മേധാവി അസീം മുനീർ തെഹ്റാനിൽ എത്തുന്നത്. തീർച്ചയായിട്ടും നേരത്തെ അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു പാക് നേതാവ് എന്ന നിലയ്ക്ക് പാക് സൈനിക മേധാവി തന്നെയാണ് ഈ 2ാം വട്ടവും തെഹ്റാനിൽ ചർച്ചയ്ക്കായിട്ട് എത്തുന്നത്. അതുകൊണ്ട് ചർച്ച മുന്നോട്ട് പോകുന്നതിന്റെ കൃത്യമായിട്ടുള്ള സൂചനയാണ് 2 മന്ത്രിമാർ തെഹ്റാനിൽ എത്തുകയും ചർച്ച മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന സാഹചര്യം. പക്ഷേ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് ഈ കടക്കാനുള്ള സാധ്യത ഇപ്പോഴും വളരെ വിരളമായി തന്നെ തുടരുകയാണെന്നാണ് മധ്യസ്ഥ രാജ്യങ്ങൾ നൽകുന്ന സൂചന. ബിനീഷ, ഈ അമേരിക്ക ആഗ്രഹിക്കുന്നത് ഒരു നിലയ്ക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലയ്ക്ക് അമേരിക്ക ആഗ്രഹിക്കുന്നത് നടക്കണമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പ്, അതിൽ നിന്ന് ട്രംപ് എന്താണ് വ്യക്തമാക്കുന്നത് നാസർ? നമുക്കതിൽ നിന്ന് എന്ത് വായിച്ചെടുക്കാം? ട്രംപിന്റെ ഏറ്റവും അവസാനം മാധ്യമപ്രവർത്തകർക്ക് മുമ്പാകെ അദ്ദേഹം നടത്തിയിരിക്കുന്ന ഈ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇത് തന്നെയാണ്. കാരണം ഒന്നുകിൽ ഒരു നിലയ്ക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലയ്ക്ക് തന്റെ ആവശ്യം അല്ലെങ്കിൽ അമേരിക്കയുടെ ആവശ്യം അംഗീകരിച്ച് കിട്ടിയേ മതിയാകുമെന്ന്. ഈ 2 കാര്യങ്ങളിലാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ടും ട്രംപ് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കുന്നത്. ഒന്ന്, ഹോർമുസിന്റെ പരമാധികാരം ഇറാന് കൈവിട്ടു കൊടുക്കാൻ തങ്ങൾ ഒരുക്കമല്ല. കാരണം അത് ഒരു അന്തർദേശീയ കപ്പൽ പാതയാണ്. ഇതുവരെയും കപ്പലുകൾ സ്വതന്ത്രമായി പോയിക്കൊണ്ടിരുന്ന പാതയാണ്. അവിടെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള തങ്ങളുടെ നിയന്ത്രണം കൊണ്ടുവരാനോ ചുങ്കം പിരിക്കാനോ ഇറാനെ അനുവദിക്കുകയില്ല എന്ന്. രണ്ടാമത്തേതാണ് ഇപ്പോൾ പറഞ്ഞ 440 കിലോഗ്രാം വരുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം. അത് ഇറാന്റെ പക്കൽ സൂക്ഷിക്കപ്പെടുന്നത് ഒരുപക്ഷെ ഭാവിയിൽ ആണവായുധങ്ങൾ സ്വന്തമാക്കാൻ ഇറാന് സഹായകമായി മാറും. അത് തങ്ങൾക്ക് ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ അത് തങ്ങൾക്ക് ലഭിച്ചേ മതിയാവുകയുള്ളൂ. ഇനി വല്ല വിധത്തിലും അത് ലഭിക്കുന്നില്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് നശിപ്പിക്കുക എന്നത് അമേരിക്ക തങ്ങളുടെ ദൗത്യമായിട്ട് കാണുന്നുണ്ട് എന്നുകൂടിയാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ വളരെ കടുത്ത ഒരു നിലപാടിൽ തന്നെയാണ് ട്രംപ് ഭരണകൂടം ഉറച്ചു നിൽക്കുന്നത്. ചർച്ചയിൽ പുരോഗതിയുണ്ട് എന്ന് പറയുന്നത് ഒരുപക്ഷെ യുദ്ധം അവസാനിപ്പിക്കാനും ഘട്ടം ഘട്ടമായിട്ടുള്ള ഒരു ചർച്ചകളിലൂടെ കാര്യങ്ങൾ തീരുമാനിക്കാനും അത് അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അമേരിക്ക അതുമായി ബന്ധപ്പെട്ട വല്ല സന്ദേശവും മധ്യസ്ഥ രാജ്യമായിട്ടുള്ള പാകിസ്ഥാന് കൈമാറിയിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. ഒരുപക്ഷെ 1-2 ദിവസത്തിനുള്ളിൽ മാത്രമായിരിക്കും ഈ ചർച്ചയുടെ പുരോഗതിക്കനുസരിച്ച് അക്കാര്യത്തിൽ ഒരു വ്യക്തത വരിക. അതോടൊപ്പം തന്നെയാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ കടുത്ത നിബന്ധനകൾ അമേരിക്കയ്ക്ക് മുമ്പാകെ ഇസ്രായേൽ മുന്നോട്ട് വെച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവുമായിട്ട് ഇന്നലെ വിശദമായി തന്നെ ട്രംപ് ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. ആ ഘട്ടങ്ങളിലൊക്കെയും എത്രയും പെട്ടെന്ന് ആക്രമണം പുനരാരംഭിക്കണം, കഴിഞ്ഞ ചൊവ്വാഴ്ച ആക്രമണം നടത്താനുള്ള പദ്ധതി ഇട്ടതാണ്. അത് അവസാന നിമിഷത്തിലാണ് ട്രംപ് ഇടപെട്ടുകൊണ്ട് അത് തടഞ്ഞിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് താൻ അത് നീട്ടിവെക്കുന്നതെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇത് ഒട്ടും ശരിയായ നടപടിയല്ല എന്ന് നെതന്യാഹു ട്രംപിനെ അറിയിച്ചതായിട്ടാണ് US മാധ്യമങ്ങൾ, CNN ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇറാന് നേരെ ആക്രമണം നടത്തുകയും അവിടുത്തെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള പാലങ്ങളും അതോടൊപ്പം തന്നെ വൈദ്യുത കേന്ദ്രങ്ങളും പൂർണ്ണമായിട്ട് തകർക്കുകയും ചെയ്യണം. ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളും ഇല്ലായ്മ ചെയ്യണം എന്നതുൾപ്പെടെയുള്ള നിരവധി നിബന്ധനകളാണ് നെതന്യാഹു മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇതിലൊന്നും ട്രംപ് പൂർണ്ണമായിട്ട് സമ്മതിച്ചിട്ടില്ല. കാരണം നയതന്ത്ര ചർച്ചകൾക്കുള്ള ഒരു സാധ്യത ഇറാന് നൽകേണ്ടതുണ്ട്. മധ്യസ്ഥ രാജ്യങ്ങളും ആ നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്റെ ഒരു തീരുമാനം ഇതാണ് എന്ന് ട്രംപ് അറിയിക്കുകയായിരുന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇസ്രായേലിന്റെ മാത്രം ഒരു താല്പര്യങ്ങൾക്ക് വഴങ്ങി വീണ്ടും ആക്രമണത്തിലേക്ക് വരികയാണെങ്കിൽ അത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് രൂപപ്പെടാൻ പോകുന്നത്. കാരണം ഒരു കരയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങേണ്ടി വരും. അത്തരമൊരു കരയുദ്ധം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധ സാഹചര്യമായിരിക്കും മേഖലയിൽ ഉണ്ടാവുക. മേഖലയിൽ ഒരൊറ്റ രാജ്യം പോലും, അമേരിക്കയുടെ സഖ്യകക്ഷികളായ എല്ലാ GCC രാജ്യങ്ങളും
ആക്രമണത്തിൽ നിന്ന് പിന്തിരിയണം, നയതന്ത്ര പ്രശ്നപരിഹാരം വേണമെന്ന വളരെ കൃത്യമായിട്ടുള്ളൊരു നിലപാടാണ് അമേരിക്കൻ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നാറ്റോ രാജ്യങ്ങളും അമേരിക്കയുമായി ചേർന്ന് നിൽക്കുന്ന മറ്റു വൻശക്തി രാജ്യങ്ങളൊക്കെയും ആക്രമണം നടത്തുന്നത് ഒരിക്കലും ഈ ലോക സാഹചര്യത്തിന്, ലോക സാമ്പത്തിക ഘടനയ്ക്ക്, അതോടൊപ്പം തന്നെ മേഖലയുടെ സുരക്ഷയ്ക്ക് ഗുണകരമാകില്ല എന്നൊരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഏറ്റവും അവസാനം ഇപ്പോൾ ട്രംപ് സന്ദർശനം നടത്തിയ ചൈനയുടെ നിലപാടും അത് തന്നെയാണ്. ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് പുടിൻ ചൈനയിലാണുള്ളത്. ഈ വിഷയം തന്നെ, ഇറാനുമായി ബന്ധപ്പെട്ട വിഷയം പുടിനും അതോടൊപ്പം തന്നെ ഷീ ജിൻപിങ്ങും വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതിൽ പുടിൻ വളരെ കൃത്യമായി തന്നെ ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് പകരം ഇറാന്റെ താല്പര്യങ്ങൾ ഹനിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് അമേരിക്കയും ഇസ്രായേലും തുടരുന്നത്. അതിനെ തന്റെ രാജ്യം ഒരു നിലക്കും പിന്തുണയ്ക്കുകയില്ല എന്ന് പുടിൻ വ്യക്തമാക്കിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ചൈനയും റഷ്യയും വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ഇറാന്റെ താല്പര്യങ്ങൾക്ക് ഹനിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടലിനെയും തങ്ങൾ പിന്തുണയ്ക്കുകയില്ല. അത് ഹോർമുസിന്റെ കാര്യത്തിലായാലും ആണവ പദ്ധതിയുടെ കാര്യത്തിലായാലും ഇറാന്റെ പരമാധികാരവും അതിന്റെ താല്പര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു പ്രശ്നപരിഹാരമാണ് വേണ്ടത്. ഇക്കാര്യം തങ്ങൾ അമേരിക്കൻ നേതൃത്വത്തെ അറിയിച്ചതായിട്ടാണ് ചൈനീസ് പ്രസിഡന്റ് തന്നെ പുടിനെ അറിയിച്ചതെന്ന റിപ്പോർട്ടുകൾ കൂടി ഏറ്റവും അവസാനം പുറത്തു വരുന്നുണ്ട്. വിനിഷ. ശരി, MC നാസറാണ് സമഗ്രമായ വിശദാംശങ്ങൾ പങ്കുവച്ചത്. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കെടാമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി റിയാദിലെ നിയമസഹായ സമിതി. പെരുന്നാൾ അവധിയാണെങ്കിലും മോചനത്തിനായുള്ള ശ്രമം തുടരുന്നുണ്ട്. നടപടിക്രമങ്ങൾ വൈകുന്നതിൽ അസ്വാഭാവികതയില്ലെന്നും നിയമസഹായ സമിതി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണ്. 20 വർഷത്തെ ശിക്ഷാ കാലാവധി ഇന്നലെയാണ് പൂർത്തിയായത്. സൗദിയിലെ സർക്കാർ മേഖല പെരുന്നാൾ അവധിയിലേക്ക് പ്രവേശിച്ചെങ്കിലും മോചനത്തിനായുള്ള ശ്രമം തുടരുന്നുണ്ട്. പ്രധാനപ്പെട്ട സർക്കാർ വകുപ്പുകൾ അവധി ദിനങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. വാരാന്ത്യ അവധി കഴിഞ്ഞ് ഞായറാഴ്ച മുതൽ നടപടികൾ വേഗത്തിൽ മുന്നോട്ട് നീങ്ങുമെന്നാണ് പ്രതീക്ഷയെന്ന് റിയാദിലെ നിയമസഹായ സമിതി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ജയിലിൽ നിന്നുള്ള വിടുതൽ നടപടികൾ പൂർത്തിയായ ശേഷമാണ് എമർജൻസി സർട്ടിഫിക്കറ്റിൽ എക്സിറ്റ് ലഭിക്കുക. പെരുന്നാൾ അവധി, എക്സിറ്റ് വിസ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളെ ബാധിക്കുമോ എന്ന ആശങ്കയുണ്ടെന്നും നിയമസഹായ സമിതി അറിയിച്ചു. ജയിലിലും മറ്റു ബന്ധപ്പെട്ട വകുപ്പുകളിലും നടപടി വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യൻ എംബസിയും അഭിഭാഷകരും പവർ ഓഫ് അറ്റോർണിയായ സിദ്ദിഖ് തുവ്വൂരും തുടരുന്നുണ്ട്. വൈകുന്നതിൽ അസ്വാഭാവികതയൊന്നുമില്ലെന്നും ദീർഘകാലം പഴക്കമുള്ള കേസായതിനാൽ നടപടികൾ പൂർത്തിയാക്കാനുള്ള സ്വാഭാവിക സമയം മാത്രമാണ് എടുക്കുന്നതെന്നും റിയാദ് റഹീം സഹായ സമിതി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. സൗദിയിൽ വീടുകളുടെയും വാണിജ്യ സ്ഥാപനങ്ങളുടെയും നിർമ്മാണ ചെലവ് വർദ്ധിച്ചു. 2% വർധന. ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സിന്റേതാണ് കണക്കുകൾ. സൗദിയിൽ വീടുകളുടെയും വാണിജ്യ സ്ഥാപനങ്ങളുടെയും നിർമ്മാണ ചെലവിലാണ് വലിയ രീതിയിലുള്ള വർധന. കഴിഞ്ഞ മാസം രാജ്യത്തെ ബിൽഡിംഗ് കോസ്റ്റ് ഇൻഡെക്സിൽ മുൻവർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 2.4% വർധന. പാർപ്പിട മേഖലയിലെ നിർമ്മാണ ചെലവിൽ 2.4% വർധനവുണ്ടായി. വാണിജ്യ വ്യവസായ ആവശ്യങ്ങൾക്കായുള്ള കെട്ടിടങ്ങളുടെ നിർമ്മാണ ചെലവിൽ 2.7%. ഈ മാറ്റങ്ങളാണ് നിർമ്മാണ ചെലവിലെ വർധനവിന് പ്രധാന കാരണമായി കണക്കാക്കുന്നത്. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. റോഡ് നിർമ്മാണ മേഖലയിൽ ആദ്യമായി AI സാങ്കേതിക വിദ്യ നടപ്പിലാക്കിയ ഒമാൻ. ദോഫാറിലെ സുൽത്താൻ സയ്യിദ് ബിൻ തൈമൂർ റോഡ് ഇരട്ടിപ്പിക്കൽ പദ്ധതിയിലാണ് AI സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന സ്വയം നിയന്ത്രിത സ്മാർട്ട് പേവിംഗ് സാങ്കേതിക വിദ്യ പരീക്ഷിച്ചത്. റോഡിന്റെ ഉപരിതലം കൃത്യതയോടെയും വേഗതയോടെയും നിർമ്മിക്കാൻ ഇതിനാകും. കൃത്യമായി സ്വയം നിർണ്ണയിക്കാൻ ഈ യന്ത്രങ്ങൾക്ക് കഴിയും. ഇതോടെ റോഡുകളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുകയും ഭാവിയിൽ റോഡുകളിൽ വിള്ളൽ വീഴുന്നത് തടയുകയും ചെയ്യും. നിർമ്മാണ സമയത്ത് അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്ന കാർബൺ വികിരണം കുറയ്ക്കാനും തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കാനും ഈ സ്മാർട്ട് സംവിധാനം സഹായിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. സുൽത്താൻ സയ്യിദ് ബിൻ തൈമൂർ റോഡ് ഇരട്ടിപ്പിക്കൽ പദ്ധതി പൂർത്തിയാകുന്നതോടെ ഗവർണറേറ്റുകൾ തമ്മിലുള്ള ഗതാഗത സുരക്ഷ വർദ്ധിക്കുകയും രാജ്യത്തെ സാമ്പത്തിക വിനോദസഞ്ചാര മേഖലകൾക്ക് അത് വലിയ ഉത്തേജനമാകുകയും ചെയ്യും. പ്രമുഖ ഒമാനി നിർമ്മാണ കമ്പനിയായ ഗാൽഫർ എഞ്ചിനീയറിംഗുമായി സഹകരിച്ചാണ് മന്ത്രാലയം പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. പരമ്പരാഗത റോഡ് നിർമ്മാണ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി നൂതന കൺട്രോൾ സിസ്റ്റങ്ങളും ഡാറ്റ അനലിറ്റിക്സും സമന്വയിപ്പിച്ചാണ് സ്മാർട്ട് യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത്. റോഡിൻ്റെ ഉപരിതലം കൃത്യതയോടെയും വേഗതയോടെയും നിർമ്മിക്കാൻ ഈ AI സാങ്കേതികവിദ്യക്ക് സാധിക്കും. ടാറിങ്ങിൻ്റെ കനം, താപനില, മിശ്രിതത്തിൻ്റെ അളവ് എന്നിവ കൃത്യമായി സ്വയം നിർണ്ണയിക്കാൻ യന്ത്രങ്ങൾക്കാവും. ഇത് റോഡുകളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുകയും ഭാവിയിൽ റോഡുകളിൽ വിള്ളലുകൾ വീഴുന്നത് തടയുകയും ചെയ്യും.
നിർമ്മാണ സമയത്ത് അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്ന കാർബൺ വികിരണം കുറയ്ക്കാനും തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കാനും സ്മാർട്ട് സംവിധാനം സഹായിക്കുമെന്നും അധികൃതർ പറയുന്നു. സുൽത്താൻ സയ്യിദ് ബിൻ തൈമൂർ റോഡ് ഇരട്ടിപ്പിക്കൽ പദ്ധതി പൂർത്തിയാകുന്നതോടെ ഗവർണറേറ്റുകൾ തമ്മിലുള്ള ഗതാഗത സുരക്ഷ വർദ്ധിക്കുകയും രാജ്യത്തെ സാമ്പത്തിക വിനോദസഞ്ചാര മേഖലകൾക്ക് വലിയ ഉത്തേജനമാവുകയും ചെയ്യും. പ്രമുഖ ഒമാനി നിർമ്മാണ കമ്പനിയായ ഗൾഫാർ എഞ്ചിനീയറിംഗുമായി സഹകരിച്ചാണ് മന്ത്രാലയം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. മീഡിയ 1 മസ്കത്ത്. ദുബായ്ക്ക് 150 കോടി ദിർഹത്തിന്റെ സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ച് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ. കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ച 100 കോടി ദിർഹത്തിന്റെ സാമ്പത്തിക ഉത്തേജന പാക്കേജിന് പുറമെയാണ് വീണ്ടും അധിക പാക്കേജ് പ്രഖ്യാപിച്ചത്. ദുബൈയുടെ സാമ്പത്തിക സ്ഥിരതയും ആഗോള മത്സരക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിനായി 150 കോടി ദിർഹത്തിന്റെ അധിക സാമ്പത്തിക പാക്കേജിനാണ് ദുബൈ കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അംഗീകാരം നൽകിയത്. കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ച 100 കോടി ദിർഹത്തിന്റെ സാമ്പത്തിക ഉത്തേജന പാക്കേജിന് പുറമെയാണ് വീണ്ടും അധിക പാക്കേജ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടെ 2 മാസത്തിനിടെ 250 കോടി ദിർഹത്തിന്റെ സമാശ്വാസ പാക്കേജാണ് ദുബൈ നടപ്പാക്കുന്നത്. വാണിജ്യം, ടൂറിസം, വിദ്യാഭ്യാസം, കസ്റ്റംസ്, വ്യോമ ഗതാഗതം എന്നിവ ഉൾപ്പെടെ പ്രധാന മേഖലകൾക്ക് പുതിയ പദ്ധതികളിലൂടെ ആനുകൂല്യങ്ങൾ ലഭിക്കും. ദുബൈ ഇക്കണോമിക് ആൻഡ് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങൾക്കും വിവിധ ഫീസ് ഇളവ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും പദ്ധതി വഴി ലഭിക്കും. ടൂറിസം നികുതി, ഹോട്ടൽ മുറികളുടെയും റെസ്റ്റോറന്റുകളുടെയും വിൽപ്പന ഫീസുകളിൽ ഇളവ് എന്നിവ ഇതിൽ ഉൾപ്പെടും. ദുബൈ മുനിസിപ്പാലിറ്റിക്ക് കീഴിലുള്ള നിർമ്മാണ പദ്ധതികളുടെ ബിൽഡിംഗ് പെർമിറ്റുകൾക്കുള്ള കാലാവധി നീട്ടി നൽകാനും തീരുമാനമായി. വ്യോമഗതാഗത മേഖലകൾക്ക് ലൈസൻസ് പുതുക്കുന്നതിനും വൈകുന്നതിനുള്ള പിഴത്തുകയിൽ ഇളവും അനുവദിക്കും. മീഡിയ 1 ദുബൈ. കുവൈത്തിൽ വേനൽക്കാലത്ത് സർക്കാർ ഓഫീസുകളിലെ ജോലി സമയം 6 മണിക്കൂറായി കുറച്ചു. സിവിൽ സർവീസ് കൗൺസിൽ തീരുമാനത്തെ തുടർന്ന് സിവിൽ സർവീസ് കമ്മീഷൻ പുതിയ സർക്കുലർ പുറത്തിറക്കി. രാവിലെ ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന സർക്കാർ ജീവനക്കാരുടെ സമയം 1 മണിക്കൂർ കുറച്ചാണ് പുതിയ ക്രമീകരണം. രാവിലെ 7 മുതൽ 8 വരെ ഫ്ലെക്സിബിൾ ഹാജർ സമയം അനുവദിക്കുമെന്നും ജീവനക്കാർ 6 മണിക്കൂർ പ്രവൃത്തി പൂർത്തിയാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 31 വരെയാണ് പുതിയ സമയക്രമം പ്രാബല്യത്തിലുണ്ടാകുക. വ്യവസായ മേഖലകളിൽ CCTV സംവിധാനങ്ങൾ നിർബന്ധമാക്കി കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഫോർ ഇൻഡസ്ട്രി പുതിയ നിർദ്ദേശം പുറത്തിറക്കി. വ്യവസായ പ്ലോട്ടുകൾ, സ്ക്രാപ്പ് യാർഡുകൾ, സ്റ്റോറേജ് കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ ഉടമകൾക്കും ഓപ്പറേറ്റർമാർക്കും സുരക്ഷാ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ 2015 നിയമപ്രകാരമുള്ള സുരക്ഷാ നിരീക്ഷണ ചട്ടങ്ങൾ പാലിക്കാനാണ് നിർദ്ദേശം. പൊതു സ്വകാര്യ സ്വത്തുക്കളുടെ സുരക്ഷ ശക്തിപ്പെടുത്താനും വ്യവസായ മേഖലകളിലെ നിയമലംഘനങ്ങൾ കുറയ്ക്കാനുമാണ് നടപടി. അംഗീകൃത സാങ്കേതിക മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള സംവിധാനങ്ങൾ ഉടൻ സ്ഥാപിക്കണമെന്നും പബ്ലിക് അതോറിറ്റി ഫോർ ഇൻഡസ്ട്രി വ്യക്തമാക്കി. കുവൈത്തിൽ അൽ മുത്തന സമുച്ചയത്തിന്റെയും സൂഖ് ഷാർക്ക് വാട്ടർ ഫ്രണ്ട് പദ്ധതിയുടെയും പുനർവികസന കരാറുകളിൽ ധനകാര്യ മന്ത്രാലയം ഒപ്പുവെച്ചു. സർക്കാർ ആസ്തികൾ നവീകരിക്കുകയും എണ്ണ ഇതര വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് നടപടി. സ്വകാര്യ മേഖലയുമായി സഹകരിച്ചാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്ന് ധനമന്ത്രി യാക്കൂബ് അൽ റിഫായ് അറിയിച്ചു. അൽ മുത്തന്ന പദ്ധതിയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഏകദേശം 50 ദശലക്ഷം ദിനാർ വരുമാനം ലഭിച്ചതായും അധികൃതർ വ്യക്തമാക്കി. 2026-27 കാലയളവിൽ 23 പുതിയ സ്വകാര്യ സർക്കാർ പങ്കാളിത്ത പദ്ധതികൾ കൂടി ആരംഭിക്കാനാണ് പദ്ധതി. കുവൈത്തിൽ വാരാന്ത്യം വരെ ചൂടും പൊടിക്കാറ്റും തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ന്യൂനമർദ്ദ സംവിധാനത്തിന്റെ സ്വാധീനത്തെ തുടർന്ന് ചില പ്രദേശങ്ങളിൽ ദൃശ്യപരിധി കുറയാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. വ്യാഴം മുതൽ ശനി വരെ താപനില 35 ഡിഗ്രി മുതൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉണ്ടാകുമെന്നാണ് സൂചന. വടക്കൻ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി വീശുന്നതിനാൽ തുറന്ന പ്രദേശങ്ങളിൽ പൊടിപടലങ്ങൾ അനുഭവപ്പെടും. പൊടിക്കാറ്റ് സാഹചര്യത്തിൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സൗദി പ്രോ ലീഗിലെ ആദ്യ കിരീടം ക്രിസ്ത്യാനോ റൊണാൾഡോ നേടുമോ അതോ നഷ്ടപ്പെടുത്തുമോ എന്ന് ഇന്നറിയാം. സൗദി സമയം രാത്രി 9 ആരംഭിച്ച 2 മത്സരങ്ങളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കിരീട നേട്ടത്തിന്റെ ഗതി നിർണ്ണയിക്കുക. ആദ്യ മത്സരത്തിൽ ദമക്കുമായാണ് അൽ നസറിന്റെ മത്സരത്തിൽ തോറ്റാലോ സമനില പാലിച്ചാലോ അൽ നസറിന് കിരീടം നഷ്ടമാകും. 70 പോയിന്റുമായി പട്ടികയിൽ ഒന്നാമതാണ് അൽ നസർ. ഇന്ന് നടക്കുന്ന അൽ ഫൈഹയുമായുള്ള അൽ ഹിലാലിന്റെ മത്സരവും നിർണായകമാണ്. ഇന്നത്തെ മത്സരത്തിൽ ക്രിസ്ത്യാനോയുടെ ടീമും അൽ ഹിലാലും ജയിച്ചാലും ക്രിസ്ത്യാനോയ്ക്ക് തന്നെ കിരീടം നേടാം. മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. അണ്ടർ 17 ലോകകപ്പ് ഖത്തർ ഗ്രൂപ്പ് എയിൽ പനാമ, ഈജിപ്ത്, ഗ്രീസ് എന്നിവയാണ്
ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ ഫിഫ ആസ്ഥാനമായ സൂറിച്ചിൽ നടക്കുന്ന നറുക്കെടുപ്പിലാണ് ഗ്രൂപ്പുകൾ നിശ്ചയിച്ചത്. നവംബർ 19 മുതൽ ഡിസംബർ 13 വരെ ദോഹ ആസ്പെയർ സോണിലെ അത്യാധുനിക സ്റ്റേഡിയങ്ങൾ ടൂർണമെന്റിന് വേദിയാകും. 48 രാജ്യങ്ങളാണ് കൗമാര ലോകകപ്പിന് മാറ്റുരയ്ക്കുക. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലെ അവസാന സംഘം ഹാജിമാർ നാളെ എത്തും. ഞായറാഴ്ച രാത്രിയോടെ ഹജ്ജ് കർമ്മങ്ങൾക്കായി ഹാജിമാർ മിനായിലേക്ക് നീങ്ങും. ഇതിന് മുന്നോടിയായി സ്വകാര്യ ഗ്രൂപ്പിലെത്തിയ ഹാജിമാർ മദീന സന്ദർശനം പൂർത്തിയാക്കി മക്കയിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. തിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ഹറമിലേക്കുള്ള ബസ് സർവീസ് നിർത്തിവെച്ചു. ഒരു മാസം നീണ്ട ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരുടെ വരവ് നാളെ അവസാനിക്കും. 400-ലധികം വിമാന സർവീസുകളിലായി 1,20,000 തീർത്ഥാടകർ മക്കയിലെത്തിക്കഴിഞ്ഞു. 1,22,518 ഹാജിമാരാണ് ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ. ബാക്കിയുള്ള 52,000-ഓളം ഹാജിമാർ സ്വകാര്യ ഗ്രൂപ്പുകൾ വഴിയാണ്. മദീന സന്ദർശനം നടത്തിവരുന്ന പ്രൈവറ്റ് ഗ്രൂപ്പ് ഹാജിമാർ ഇന്നും നാളെയുമായി മക്കയിൽ തിരിച്ചെത്തും. ഞായറാഴ്ച മുതൽ ഹാജിമാർ മിനായിലേക്ക് നീങ്ങും. പകുതിയോളം തീർത്ഥാടകർക്ക് ഇത്തവണ ഹജ്ജ് കർമ്മങ്ങൾ മഷാഇർ മെട്രോ ഉപയോഗപ്പെടുത്തിയാണ് പുണ്യകർമ്മങ്ങൾക്കിടയിലെ യാത്ര. ബാക്കിയുള്ളവർ ബസ് മാർഗവും നീങ്ങും. സൂക്കുൽ അറബ്, ജൗഹറ റോഡുകൾക്ക് ഇരുവശത്തുമാണ് ഇന്ത്യക്കാരുടെ തമ്പുകൾ. ഇതിനു പുറമെ കിങ് ഫഹദ് പാലത്തിന് സമീപത്തും തമ്പുകളുണ്ട്. 12 ലക്ഷത്തിലേറെ തീർത്ഥാടകരെത്തിയതോടെ നിലവിൽ ഹറം നിറഞ്ഞു കവിഞ്ഞു. തിരക്ക് കണക്കിലെടുത്ത് ഹറമിലേക്കുള്ള ബസ് സർവീസ് ഇന്ത്യൻ ഹജ്ജ് മിഷൻ നിർത്തിവെച്ചിട്ടുണ്ട്. സാബിത് സലീം, മീഡിയ 1, മക്ക. നിലവിലെ ഹജ്ജ് സീസൺ പൂർത്തിയാകുന്നതിന് മുൻപായി തന്നെ അടുത്ത വർഷത്തേക്കുള്ള തയ്യാറെടുപ്പുകൾക്ക് തുടക്കമിട്ട് സൗദി അറേബ്യ. വിവിധ പദ്ധതി പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ തുടങ്ങുമെന്ന് ഹജ്ജ് ഉംറ മന്ത്രി വ്യക്തമാക്കി. പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി കൃത്യമായ ഇടവേളകളിൽ യോഗം ചേരുമെന്നും അദ്ദേഹം അറിയിച്ചു. ഏതാനും ദിവസങ്ങൾക്കകം സൗദിയിൽ ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമാകും. വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഹാജിമാരിൽ ഭൂരിഭാഗവും സൗദിയിൽ എത്തിയിട്ടുണ്ട്. നിലവിലെ ഹജ്ജ് സീസൺ പൂർത്തിയാകുന്നതിന് മുൻപായി തന്നെ അടുത്ത വർഷത്തേക്കുള്ള തയ്യാറെടുപ്പുകൾക്കും തുടക്കമിട്ടിരിക്കുകയാണ് സൗദി. നിലവിലുള്ള സീസൺ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഇതിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും. സൗദി ഹജ്ജ് ഉംറ മന്ത്രി ഡോക്ടർ തൗഫീഖ് അൽ റബീഹയാണ് ഇക്കാര്യം അറിയിച്ചത്. സർക്കാർ സംവിധാനങ്ങൾ, ഹജ്ജ് കാര്യ ഓഫീസുകൾ, ഹജ്ജ് സർവീസ് കമ്പനികൾ എന്നിവയുമായി സഹകരിച്ച് ഒരുക്കങ്ങൾ നടത്തും. 78 രാജ്യങ്ങളുമായി ചേർന്നുള്ള വിശദമായ ഗതാഗത സേവനങ്ങൾ, വിമാന സർവീസുകൾ എന്നിവയുടെ കൃത്യമായ മേൽനോട്ടം പദ്ധതിയിലൂടെ നിർവഹിക്കും. ഹജ്ജ് ഒരുക്കങ്ങളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി കൃത്യമായ ഇടവേളകളിൽ ഓൺലൈൻ വഴി യോഗങ്ങൾ നടത്തുമെന്നും ഡോക്ടർ തൗഫീഖ് അൽ റബിയ അറിയിച്ചു. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ഒമാനിലെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഈ മാസത്തെ ശമ്പളം നേരത്തെ നൽകണമെന്ന് തൊഴിൽ മന്ത്രാലയം. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് മെയ് മാസത്തെ ശമ്പളം 25-ന് മുൻപായി നൽകണമെന്ന് തൊഴിൽ മന്ത്രാലയം എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകി. ബലിപെരുന്നാൾ ആഘോഷങ്ങൾക്കായി പ്രവാസികൾക്ക് ഒരുങ്ങുന്നതിന് വേണ്ടിയാണ് നടപടിയെന്ന് മന്ത്രാലയം പറഞ്ഞു. മെയ് 26 ചൊവ്വാഴ്ച മുതൽ മെയ് 30 ശനിയാഴ്ച വരെയാണ് ഒമാനിലെ ഈദ് അവധി. മെയ് 31 ഞായറാഴ്ച ഔദ്യോഗിക പ്രവൃത്തി ദിനങ്ങൾ പുനരാരംഭിക്കും. ബലിപെരുന്നാൾ അടുത്തതോടെ UAE-യിലെ വിപണികളിൽ തിരക്കേറി. മികച്ച ഉൽപ്പന്നങ്ങളും വിലക്കിഴിവും നൽകി വിവിധ മേളകളും സജീവമായി. പെരുന്നാളിനോടനുബന്ധിച്ച് ഷാർജ എക്സ്പോ സെന്റർ സംഘടിപ്പിക്കുന്ന പ്രത്യേക എക്സിബിഷനിലും നിരവധി പേരാണ് എത്തുന്നത്. ഷാർജ എക്സ്പോ സെന്ററും ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സും ചേർന്നാണ് മേള സംഘടിപ്പിക്കുന്നത്. ഈദ് അൽ അദ്ഹ എന്ന പേരിൽ ഷാർജ എക്സ്പോ സെന്ററിൽ നടക്കുന്ന മേളയിൽ നിരവധി പേരാണ് എത്തുന്നത്. ലോകോത്തര ബ്രാൻഡുകൾ കയ്യിലൊതുങ്ങുന്ന വിലയിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതുകൊണ്ടാണ് ഇത്തരം മേളകൾ ആകർഷകമാകുന്നത്. തുണിത്തരങ്ങൾ, പാദരക്ഷകൾ, പെർഫ്യൂമുകൾ, ബാഗുകൾ തുടങ്ങി വിപുലമായ ഉൽപ്പന്നങ്ങളാണ് പ്രത്യേകത. ഈ മാസം 31 വരെ മേള നീണ്ടു നിൽക്കും. കുട്ടികൾക്കായി വിനോദ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. വെള്ളിയാഴ്ചകളിൽ വൈകിട്ട് 3 മണി മുതൽ രാത്രി 12 മണി വരെയും മറ്റ് ദിവസങ്ങളിൽ രാവിലെ 11 മണി മുതൽ രാത്രി 12 മണി വരെയുമാണ് മേള. മീഡിയ 1, ഷാർജ. ബലിപെരുന്നാൾ പ്രമാണിച്ച് ഷാർജയിൽ 3 ദിവസത്തേക്ക് സൗജന്യ പാർക്കിംഗ് അനുവദിച്ചു. പെരുന്നാളിന്റെ 1, 2, 3 ദിവസങ്ങളിലാണ് ഈ ആനുകൂല്യം ലഭ്യമാകുക. എന്നാൽ എല്ലാ പാർക്കിംഗ് സോണുകൾക്കും ഈ ഇളവ് ബാധകമല്ല. ആഴ്ചയിൽ എല്ലാ ദിവസവും ഔദ്യോഗിക അവധി ദിവസങ്ങളിലും പണം നൽകേണ്ട പാർക്കിംഗ് മേഖലകളിൽ സൗജന്യ പാർക്കിംഗ് ലഭ്യമാകില്ല. സാധാരണയായി ശനി മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെയാണ് എമിറേറ്റിൽ പെയ്ഡ് പാർക്കിംഗ് സംവിധാനം പ്രവർത്തിക്കുന്നത്. പെരുന്നാൾ തിരക്കുകളിൽ ജനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യുന്നതിനും സൗകര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സൗദിയിലെ അൽ ഖസീമിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളി അടക്കം 2 പ്രവാസികൾക്ക് ദാരുണാന്ത്യം. പാലക്കാട് സ്വദേശി ഷനൂബ്, പശ്ചിമബംഗാൾ സ്വദേശി അബ്ദുൾ മദീനുമാണ് മരിച്ചത്.
മിഷാൽ ചെർപ്പുളശ്ശേരി വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. മിഷാൽ, എങ്ങനെയായിരുന്നു അപകടം? വിനീഷ, സൗദിയിലെ അൽഖസീം പ്രവിശ്യയിൽ നടന്ന വാഹനാപകടത്തിലാണ് മലയാളി അടക്കം 2 ഇന്ത്യക്കാർ ഇന്ന് മരണപ്പെട്ടത്. പാലക്കാട് നെന്മാറ സ്വദേശിയായ ഷനൂബ് മുഹമ്മദ് ഷഫീഖാണ് ഇതിൽ മലയാളിയായിട്ടുള്ള മരണപ്പെട്ട വ്യക്തി. അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാൾ ബുദിയ സ്വദേശി അബ്ദുൽ മത്തീനുമാണ് മരണപ്പെട്ടത്. ഇങ്ങനെ 2 പേരാണ് മരണപ്പെട്ടത്. അൽഖസീം പ്രവിശ്യയിലെ ബുറൈദയിലെ സലാമിലാണ് അപകടം നടന്നത്. ഇന്ന് രാവിലെ 11:40 അപകടം. സഞ്ചരിച്ച വാഹനത്തിന്റെ ടയർ പൊട്ടിമറിഞ്ഞാണ് അപകടം ഉണ്ടായത്. പാലക്കാട് സ്വദേശിയായ ഷനൂബ് മുഹമ്മദിന് 30 വയസ്സാണ്. ബംഗാൾ സ്വദേശിക്ക് 32 വയസ്സുണ്ട്. ക്വാറ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തുടർ നടപടികൾ പുരോഗമിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപകടത്തെക്കുറിച്ചോ മരണപ്പെട്ടവരെ കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ നിലവിൽ ലഭ്യമായിട്ടില്ല. വിനീഷ. ശരി മിഷാൽ. ദോഹ അന്താരാഷ്ട്ര പുസ്തകോത്സവം സന്ദർശിച്ച ഖത്തർ അമീർ വിവിധ പുസ്തക പവലിയനുകൾ അമീർ സന്ദർശിച്ചു. കുട്ടികളുമായും അദ്ദേഹം സംവദിച്ചു. പുസ്തകോത്സവം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനി മേള നടക്കുന്ന ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിലെത്തിയത്. മേളയിൽ ഈ വർഷത്തെ സവിശേഷതയായ ദിസ് ഈസ് ഖത്തർ ബുക്ക് പ്രോജക്ട് അമീർ വിശദമായി നോക്കിക്കണ്ടു. ആളുകളുമായി സംവദിക്കുകയും വിവിധ പവലിയനുകൾ സന്ദർശിക്കുകയും ചെയ്തു. കുട്ടികൾക്കായി ഒരുക്കിയ ദോഹ ചിൽഡ്രൻ സോണിലെ കലാവിഷ്കാരങ്ങൾ അമീർ വീക്ഷിച്ചു. കുട്ടികളുമായി സംസാരിക്കുകയും അവർക്കൊപ്പം ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അമീരി ദിവാൻ മേധാവി അബ്ദുള്ള ബിൻ മുഹമ്മദ് അൽ ഖുലൈഫി, സാംസ്കാരിക വകുപ്പ് മന്ത്രി ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ ഹമദ് അൽ ഥാനി തുടങ്ങിയവർ അമീറിനെ അനുഗമിച്ചിരുന്നു. പുസ്തകോത്സവത്തിൽ കണ്ട രാജ്യത്തിന്റെ വൈവിധ്യവും ബൗദ്ധിക സമ്പന്നതയും തന്നെ വിസ്മയപ്പെടുത്തിയെന്ന് അമീർ പിന്നീട് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. അറബി ഭാഷയുടെയും സ്വന്തം അസ്തിത്വത്തിന്റെയും പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ ഇത്തരം മേളകൾ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ്. സംഘാടകർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നതായും അമീർ കൂട്ടിച്ചേർത്തു. മീഡിയ 1 ദോഹ. ബാലവിവാഹത്തെ അനുകൂലിച്ച് വീഡിയോ ചെയ്ത UAE സ്വദേശിക്ക് 3 വർഷം തടവും 50 ലക്ഷം ദിർഹം പിഴയും. ഇയാൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എന്നേക്കുമായി റദ്ദാക്കാനും കോടതി ഉത്തരവിട്ടു. പ്രായപൂർത്തിയാകാത്ത മൊറോക്കൻ പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ ആഹ്വാനം ചെയ്യുന്നതായിരുന്നു വീഡിയോ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ ആഹ്വാനം ചെയ്ത UAE സ്വദേശിക്കാണ് അബുദാബി ഫെഡറൽ കോടതി കനത്ത ശിക്ഷ വിധിച്ചത്. സെയ്ഫ് അലി മക്ബാലി എന്ന സ്വദേശി യുവാവിനാണ് 3 വർഷം തടവും 50 ലക്ഷം ദിർഹം പിഴയും കോടതി ചുമത്തിയത്. മൊറോക്കോയിലെ നിയമങ്ങൾ ഇത്തരം വിവാഹങ്ങൾക്ക് അനുമതി നൽകുന്നുണ്ടെന്ന വ്യാജ പ്രചാരണം നടത്തിയാണ് ഇയാൾ വീഡിയോ പങ്കുവച്ചത്. കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച മൊബൈൽ ഫോൺ കണ്ടുകെട്ടാനും ഇയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എന്നേക്കുമായി റദ്ദ് ചെയ്യാനും കോടതി ഉത്തരവിട്ടു. കൂടാതെ വിവാദമായ വീഡിയോ ഇന്റർനെറ്റിൽ നിന്ന് പൂർണ്ണമായി നീക്കം ചെയ്യാനും കോടതി നിർദ്ദേശിച്ചു. സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഇയാളുടെ പരാമർശങ്ങൾ സമൂഹത്തിൽ വിദ്വേഷവും വിവേചനവും വളർത്താൻ കാരണമായതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. UAEയും മൊറോക്കോയും തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിന് വിള്ളൽ വീഴ്ത്തുന്ന രീതിയിലായിരുന്നു യുവാവിന്റെ പെരുമാറ്റമെന്നും ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കാനും വീഡിയോ കാരണമാകുമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് കോടതി കടുത്ത ശിക്ഷ നടപ്പാക്കിയത്. മീഡിയ 1 അബുദാബി. ഇന്ത്യയും ഒമാനും തമ്മിൽ ഒപ്പുവെച്ച സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ നൽകുന്ന ബിസിനസ് സാധ്യതകളെക്കുറിച്ച് മസ്കറ്റിൽ സെമിനാർ സംഘടിപ്പിച്ചു. ഇന്ത്യൻ എംബസിയിൽ പ്രമുഖ ബിസിനസ് പ്രതിനിധികൾ പങ്കെടുത്ത സെമിനാറിൽ കരാറിന്റെ പ്രായോഗിക വശങ്ങളെക്കുറിച്ചും പുതിയ നിക്ഷേപ അവസരങ്ങളെക്കുറിച്ചും വിശദമായ ചർച്ചകൾ നടന്നു. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര ബന്ധത്തിൽ പുതിയൊരു യുഗത്തിന് തുടക്കം കുറിച്ച സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ പ്രയോജനങ്ങൾ ബിസിനസ് സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സെമിനാർ സംഘടിപ്പിച്ചത്. താരിഫ് ഇളവുകൾ, കസ്റ്റംസ് നടപടിക്രമങ്ങൾ, റൂൾസ് ഓഫ് ഓർജിൻ, കസ്റ്റംസ് ലളിതവൽക്കരണം തുടങ്ങിയ പ്രധാന വിഷയങ്ങൾ സെമിനാറിൽ ചർച്ച ചെയ്തു. കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ചരക്ക് ഗതാഗതം കൂടുതൽ വേഗതയിലാകും. വിവിധ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ കുറയുന്നതും കസ്റ്റംസ് നടപടികൾ ലളിതമാകുന്നതും വ്യാപാരം കൂടുതൽ സുഗമമാക്കും. പ്രധാനമായും ഭക്ഷ്യവസ്തുക്കൾ, റീറ്റെയിൽ, ആഭരണങ്ങൾ, നിർമ്മാണം, മാനുഫാക്ചറിംഗ്, ആരോഗ്യരംഗം, ലോജിസ്റ്റിക്സ്, സേവന മേഖലകൾ എന്നിവയിൽ വലിയ മുന്നേറ്റമാണ് കരാറിലൂടെ പ്രതീക്ഷിക്കുന്നത്. കരാറിന്റെ പൂർണ്ണമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി ബിസിനസ് സ്ഥാപനങ്ങൾ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചും വിദഗ്ധർ ഓർമ്മിപ്പിച്ചു. റൂൾസ് ഓഫ് ഓർജിൻ, സർട്ടിഫിക്കേഷൻ നടപടിക്രമങ്ങൾ, കൃത്യമായ രേഖകൾ സൂക്ഷിക്കൽ എന്നിവ ഇതിൽ നിർണായകമാണ്. വ്യാപാര രംഗത്തെ കാലതാമസം ഒഴിവാക്കാൻ സിംഗിൾ വിൻഡോ സിസ്റ്റം, പ്രീ അറൈവൽ പ്രോസസ്സിംഗ്, വേഗത്തിലുള്ള ക്ലിയറൻസ് സംവിധാനങ്ങൾ എന്നിവയും ചർച്ചയായി. ഷരൺ ഷാഹിയർ, അഞ്ജലിന ജോയ്, ശ്വേത മരിയ സോളമൻ എന്നിവർ കരാറിന്റെ വിവിധ നിയമവശങ്ങളെക്കുറിച്ച് വിശദീകരണം നൽകി. മീഡിയ 1 മസ്കത്ത്.
നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഖത്തർ ഇൻകാസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രവചന മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനം വിതരണം ചെയ്തു. വിജയിയായ അനിൽ ജോസഫിന് ജിമാക്സ് ഡയറക്ടർ ഫൈസൽ റസാക്ക സമ്മാനം കൈമാറി. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയതിന്റെയും മലപ്പുറം ജില്ലയ്ക്ക് 4 മന്ത്രിസ്ഥാനം ലഭിച്ചതിന്റെയും സന്തോഷം പ്രവർത്തകർ മധുരം വിതരണം ചെയ്ത് ആഘോഷിച്ചു. ജില്ലാ പ്രസിഡന്റ് നൌഫൽ കട്ടുപാറ, ജനറൽ സെക്രട്ടറി ജാഫർ കമ്പാല, സലീം എടശ്ശേരി, നിയാസ് കൈപ്പങ്ങൽ എന്നിവർ നേതൃത്വം നൽകി. സെന്റർ ഫോർ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ സഹകരണത്തോടുകൂടി ഖത്തർ ചാരിറ്റി പ്രവാസി ഇന്ത്യക്കാർക്കായി ചാരിറ്റി ഡിന്നർ സംഘടിപ്പിച്ചു. സാമൂഹിക, വ്യാവസായിക, സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു. പ്രവാസി ഇന്ത്യക്കാരുടെ സാമൂഹിക സേവന ആവശ്യങ്ങൾക്കായുള്ള കമ്മ്യൂണിറ്റി ചാരിറ്റി ഫണ്ടിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് ലുസൈൽ വെലറോ ഹോട്ടലിലാണ് അത്താഴ വിരുന്നൊരുക്കിയത്. ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് മിഷൻ സന്ദീപ് കുമാർ പരിപാടിയിൽ മുഖ്യാതിഥിയായിരുന്നു. ഖത്തർ ചാരിറ്റിയുടെ വിവിധ സേവനങ്ങളെ പ്രശംസിച്ച അദ്ദേഹം പുതിയ സംരംഭമായ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫണ്ട് പ്രോജക്റ്റിന് വിജയാശംസകൾ നേർന്നു. ഖത്തർ ചാരിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യൻ കമ്മ്യൂണിറ്റി നൽകുന്ന പിന്തുണയ്ക്ക് ഖത്തർ ചാരിറ്റി സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ അബ്ദുൽ ഹാദി അൽ ദോസരി നന്ദി അറിയിച്ചു. الحمد لله التعاون اليوم بين قطر خيرية وصندوق الجالية الهندية في جميع مجالاته، مجالات الصحة والتعليم والدعم الأسر. احنا اليوم مكملين لبعضنا. اليوم كقطر خيرية مع التعاون مع صندوق الجالية يعني هم الداعم الأول للمبادرات والمساعدات في قطر خيرية. ഖത്തർ ചാരിറ്റിയുടെ ഈ ഫണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു ബിസിനസ്സുകാരനും ഏതൊരു പേഴ്സണും ഒഫീഷ്യൽ ഫണ്ടിലേക്ക് നമുക്ക് ഡൊണേറ്റ് ചെയ്യാനും അത് എത്തേണ്ടുന്ന റൈറ്റ് ഹാൻഡിലേക്ക് എത്തിച്ചു. അപ്പോൾ ആ അർത്ഥത്തിൽ ഖത്തർ ചാരിറ്റി അല്ലെങ്കിൽ ഖത്തർ സിറ്റിസൺസ്, ഖത്തർ ഗവൺമെൻറ്റിൻ്റെ ഒരു ജനറോസിറ്റി അത് ശരിക്കും ഇന്ത്യൻസിന് ഒരുപാട് ഉപകാരപ്പെടും ഈ ചാരിറ്റി ഫണ്ടിലൂടെ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ത്യൻ കമ്മ്യൂണിറ്റി ചാരിറ്റി ഫണ്ട് പ്രതിനിധി PP അബ്ദുറഹീം പ്രോജക്റ്റ് വിശദീകരിച്ചു. സെന്റർ ഫോർ ഇന്ത്യൻ കമ്മ്യൂണിറ്റി പ്രസിഡന്റ് RS അബ്ദുൽ ജലീൽ, കമ്മ്യൂണിറ്റി നേതാക്കളായ AP മണികണ്ഠൻ, ഷാനവാസ് ബാവ, താഹ മുഹമ്മദ്, ഡോക്ടർ മഹ്മൂദ് അൽ മഹ്മൂദ്, ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽമാർ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ 1 ദോഹ. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ കുവൈറ്റ് ഹവ്യാത്തി ആപ്പിലൂടെ പുതിയ സിവിൽ ID ശേഖരണ സേവനം ആരംഭിച്ചു. പുതിയ സിവിൽ IDയും നഷ്ടപ്പെട്ട കാർഡിന് പകരമുള്ള പുതുക്കിയ കാർഡും ഇനി QR കോഡ് ഉപയോഗിച്ച് ശേഖരിക്കാനാകും. സിവിൽ ID തയ്യാറായാൽ ഉപഭോക്താവിന് ഹവ്യാത്തി ആപ്പിലൂടെ അറിയിപ്പ് ലഭിക്കും. ഫോൺ നമ്പർ സ്ഥിരീകരണത്തിനായുള്ള OTP പൂർത്തിയാക്കിയതിനു ശേഷം കാർഡ് ശേഖരണത്തിനായുള്ള QR കോഡ് ലഭ്യമാകും. സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും ലഭ്യമാകുന്നതിനായാണ് പുതിയ സംവിധാനം ആരംഭിച്ചതെന്ന് PACI അറിയിച്ചു. സൗദിയിലെ മികച്ച ഷെഫിനെ തിരഞ്ഞെടുക്കുന്ന മീഡിയ 1 സ്റ്റാർ ഷെഫ് സീസൺ 2 മത്സരങ്ങളിലേക്കുള്ള രജിസ്ട്രേഷൻ തുടക്കമായി. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി 6 ഇനം മത്സരങ്ങളാണ് സ്റ്റാർ ഷെഫിന്റെ ഭാഗമാകുക. അടുത്ത മാസം 18, 19, 20 തീയതികളിലായി ദമാം, റിയാദ്, ജിദ്ദ എന്നിവിടങ്ങളിലായിട്ടായിരിക്കും മത്സരങ്ങൾ നടക്കുക. മീഡിയ 1 സ്റ്റാർ ഷെഫ് വീണ്ടും സൗദിയിലെത്തുകയാണ്. സ്റ്റാർ ഷെഫ്, ജൂനിയർ ഷെഫ്, കേക്ക് ഡെക്കറേഷൻ, ലിറ്റിൽ പിക്കാസോ, ഈറ്റിംഗ് ടൈറ്റൻസ് തുടങ്ങി 6 ഇനം മത്സരങ്ങളാണ് നടക്കുക. കല്ലു എന്ന രാജ് കലേഷ്, ഷെഫ് പിള്ള, ഫജീദ ആഷിഖ്, ധാന റാസിഖ്, ദുർറ റാസിഖ് തുടങ്ങിയവർ സ്റ്റാർ ഷെഫിൽ അതിഥികളായെത്തും. കുട്ടികൾക്കായുള്ള കല്ലുവിൻ്റെ മാജിക് ഷോയും സ്റ്റാർ ഷെഫിൻ്റെ ഭാഗമാകും. സ്റ്റാർ ഷെഫ് അതിൻ്റെ ഓരോ സീസൺ കഴിയുന്തോറും അതൊരു ഫാമിലി ഫെസ്റ്റിവലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് എല്ലാ GCCയിലും കാണുന്നത്. സൗദി അറേബ്യയിലെ സ്റ്റാർ ഷെഫിൻ്റെ 2ാമത്തെ സീസണാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. മാത്രമല്ല ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിലേക്ക് മ്യൂസിക് കൂടി വരികയാണ്. ദാനയും ദുർറയും അടങ്ങുന്ന ഒരു മ്യൂസിഷ്യൻസിൻ്റെ മ്യൂസിക് ഷോ കൂടി അടങ്ങുന്ന ഒരു പരിപാടിയായിട്ട് അത് മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ സൗദി അറേബ്യ സ്റ്റാർ ഷെഫ് അവിടുത്തെ ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് ആളുകളുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. 18 വയസ്സിന് മുകളിലുള്ളവർക്കാണ് സ്റ്റാർ ഷെഫ് മത്സരം. രജിസ്ട്രേഷനായി കുക്ക് ചെയ്ത വിഭവത്തിന്റെ 1 മിനിറ്റ് മുതൽ 2 മിനിറ്റ് വരെ നീളുന്ന വീഡിയോ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാം. 7 മുതൽ 14 വയസ്സ് വരെയുള്ളവർക്കാണ് ജൂനിയർ ഷെഫ്. ഇതിനും രജിസ്ട്രേഷനായി കുക്ക് ചെയ്ത വിഭവത്തിന്റെ വീഡിയോ അയക്കണം. കേക്ക് ഡെക്കറേഷൻ മത്സരങ്ങളിൽ പങ്കെടുക്കേണ്ടവർ നേരത്തെ ഉണ്ടാക്കിയ കേക്കിന്റെ ഇമേജാണ് രജിസ്ട്രേഷനായുള്ള വാട്സപ്പ് നമ്പറിലേക്ക് അയക്കേണ്ടത്. വീഡിയോക്കൊപ്പം പേര്, സ്ഥലം, മത്സര ഇനം എന്നിവയും മെൻഷൻ ചെയ്യണം. കുട്ടികൾക്ക് മാത്രമായുള്ളതാണ് ലിറ്റിൽ പിക്കാസോ. 2 വിഭാഗങ്ങളിലായിട്ടായിരിക്കും മത്സരങ്ങൾ. 4 മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് കളറിംഗ് കോമ്പറ്റീഷൻ. 8 മുതൽ 14 വയസ്സ് വരെയുള്ളവർക്ക് ഡ്രോയിങ് കോമ്പറ്റീഷനും.
മുതിർന്നവർക്കായാണ് ഈറ്റിംഗ് ടൈറ്റൻ മത്സരങ്ങൾ. അടുത്ത മാസം 18-ന് ദമാമിൽ ഷിറ ലുലു മാളാണ് വേദി. 19-ന് റിയാദിലെ മലസ് ലുലുവിലും മത്സരങ്ങൾ നടക്കും. ബഗ്ദാദിയ ലുലു ആയിരിക്കും ജിദ്ദയിലെ വേദി. 20-നായിരിക്കും ജിദ്ദയിലെ സ്റ്റാർ ഷെഫ് മത്സരങ്ങൾ. 40,000 റിയാലിലധികം മൂല്യം വരുന്ന സമ്മാനങ്ങളാണ് ഇത്തവണ വിജയികളെ കാത്തിരിക്കുന്നത്. സൗജന്യ പ്രവേശനമാണെങ്കിലും മുഴുവൻ മത്സരങ്ങളിലും പങ്കെടുക്കാൻ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 055-747-2939 എന്ന നമ്പറിലോ മീഡിയ വൺ സൗദി ഇൻസ്റ്റാ പേജിലോ ബന്ധപ്പെടാം. മത്സരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ മത്സരാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകളും ലഭ്യമാകും. മീഡിയ വൺ, റിയാദ്. ലോകത്തെ 100-ലധികം മാമ്പഴ വൈവിധ്യങ്ങൾ അണിനിരത്തി ലുലു മാംഗോ മാനിയയ്ക്ക് തുടക്കമിട്ട് സൗദിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകൾ. മാമ്പഴ വിഭവങ്ങളുടെ രുചിയും മേളയും ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഈ മാസം 30 വരെ മാംഗോ മാനിയ തുടരും. ലോകത്തിലെ മാമ്പഴ രുചികളും വൈവിധ്യങ്ങളും ഒരു കുടക്കീഴിലെത്തിക്കുകയാണ് ലുലു. ലുലു മാംഗോ മാനിയ എന്ന പേരിലാണ് മേള. റിയാദ് മുറബ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നടന്ന ചടങ്ങിൽ സൗദിയിലെ ഇന്ത്യൻ അംബാസഡർ സുഹേൽ അജാസ് ഖാൻ, സൗദി ലുലു ഹൈപ്പർ മാർക്കറ്റ് ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് എന്നിവർ ചേർന്ന് ലുലു മാംഗോ മാനിയ ഉദ്ഘാടനം ചെയ്തു. ജിദ്ദ മറീന റോഡ് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ ഹിസ് എക്സലൻസി ഫഹദ് അഹമ്മദ് ഖാൻസൂരി ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി. അൽ ഖോബാർ ലുലു ഹൈപ്പർ മാർക്കറ്റിലും ഉദ്ഘാടന ചടങ്ങുകൾ നടന്നു. ഇന്ത്യ, സൗദി, യമൻ, ഉഗാണ്ട, തായ്ലാന്റ്, വിയറ്റ്നാം തുടങ്ങി 6 രാജ്യങ്ങളിൽ നിന്നായി 100-ലധികം മാമ്പഴ വൈവിധ്യങ്ങളും മാമ്പഴ വിഭവങ്ങളും ഫെസ്റ്റിന്റെ ഭാഗമാകും. ഇന്ത്യയിൽ നിന്ന് നീലം, അൽഫോൺസോ, ബദാമി, കേസർ, ഷുഗർ ബേബി, മല്ലിക തുടങ്ങി 50-ലധികം മാമ്പഴ ഇനങ്ങളാണ് മേളയിൽ അണിനിരക്കുന്നത്. സൗദിയുടെ സ്വന്തം മാമ്പഴ ഇനങ്ങളായ ടോമി, സെലസ്റ്റേഷൻ തുടങ്ങിയ ഇനങ്ങളും സുലഭമാണ്. മാമ്പഴ വിഭവങ്ങളുടെ രുചി വൈവിധ്യങ്ങളും ഇവിടെ നുണയാം. ഹോട്ട് ഫുഡ്, കോൾഡ് ഫുഡ് കൗണ്ടറുകളിൽ ഇവ ലഭ്യമാകും. മാംഗോ ചിക്കൻ കറി, മാംഗോ ഫിഷ് കറി, മാംഗോ സ്മൂത്തികൾ, ഡെസേർട്ട് തുടങ്ങി നിരവധി രുചികൾ തയ്യാറാണ്. ഈ മാസം 30 വരെ മാംഗോ മാനിയ സൗദിയിലുടനീളമുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ തുടരും. മീഡിയ വൺ, റിയാദ്. സൗദിയിലെ വിശുദ്ധ കേന്ദ്രങ്ങൾക്ക് സമീപം 10 പുതിയ സ്റ്റോറുകൾ കൂടി തുറന്ന ലുലു ഗ്രൂപ്പ്. ഹജ്ജ് തീർത്ഥാടകർക്ക് മികച്ച സേവനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. റോയൽ കമ്മീഷന് കീഴിലെ കിദാന പദ്ധതിയുടെ ഭാഗമായാണ് വിപുലീകരണം. മക്കയിലെ വിശുദ്ധ കേന്ദ്രങ്ങൾക്ക് സമീപം 10 പുതിയ ലുലു സ്റ്റോറുകൾ കൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഹജ്ജ് തീർത്ഥാടകർക്ക് മികച്ച സേവനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. മിന, അറഫയുടെ സമീപ പ്രദേശം, മുസ്ദലിഫ തുടങ്ങിയ വിശുദ്ധ സ്ഥലങ്ങളോട് ചേർന്നാണ് പുതിയ ലുലു സ്റ്റോറുകൾ. റോയൽ കമ്മീഷന് കീഴിലെ കിദാന പദ്ധതിയുടെ ഭാഗമായാണ് വിപുലീകരണം. കഴിഞ്ഞ വർഷം വിശുദ്ധ കേന്ദ്രങ്ങൾക്ക് സമീപം 4 സ്റ്റോറുകൾ ലുലു തുറന്നിരുന്നു. ഇതിനു പുറമെയാണ് 10 പുതിയ സ്റ്റോറുകൾ. വരും വർഷങ്ങളിൽ കിദാന പദ്ധതിയുടെ ഭാഗമായി കൂടുതൽ സ്റ്റോറുകൾ തുറക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ടെന്നും മാനേജ്മെന്റ് അറിയിച്ചു. മീഡിയ വൺ, മക്ക. GCCയിലെ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ നെസ്റ്റോ ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ ഹൈപ്പർ മാർക്കറ്റ് ദുബായ് കിസൈസിലെ മദീന മാളിൽ തുറന്നു. വെസ്റ്റേൺ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ചെയർമാൻ KP ബഷീർ ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നെസ്റ്റോയുടെ 150-ാം ഹൈപ്പർ മാർക്കറ്റാണ് ദുബായ് കിസൈസിലെ മദീന മാളിൽ പ്രവർത്തനം ആരംഭിച്ചത്. ആധുനിക രീതിയിൽ സജ്ജീകരിച്ച ഹൈപ്പർ മാർക്കറ്റിൽ ഗ്രോസറി, ഗൃഹോപകരണങ്ങൾ, ഇലക്ട്രോണിക്സ്, ഫാഷൻ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായി വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് അധികൃതർ അറിയിച്ചു. UAE-യോടുള്ള സ്നേഹവും നന്ദിയും പ്രതീക്ഷകളും പങ്കുവെക്കാൻ സന്ദർശകർക്ക് അവസരം നൽകുന്ന വാൾ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡും ഒരുക്കിയിട്ടുണ്ട്. സമൂഹത്തിന്റെ ഐക്യവും നന്ദിയും പ്രതിഫലിപ്പിക്കുന്ന ആശയമാണിതെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി. We're welcoming Nesto in Medina Mall, and I believe Nesto will adding value to us in Medina Mall and for the customers as well. So I hope all the best for them. I believe the price is very fantastic, and this is will pull the crowd to Medina Mall and Nesto, and will help a lot of people to be happy here. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നെസ്റ്റോ മദീന മാൾ ഉപഭോക്താക്കൾക്കായി നിരവധി പ്രത്യേക ഓഫറുകളും ആകർഷകമായ പ്രമോഷനുകളും ഒരുക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. മീഡിയ വൺ, ദുബായ്. കുവൈത്തിലെ പ്രമുഖ ആരോഗ്യ സേവന ദാതാക്കളായ മെഡെക്സ് മെഡിക്കൽ ഗ്രൂപ്പിന്റെ പുതിയ ബ്രാഞ്ച് ഫർവാനിയയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. അൽ മെഡെക്സ് കെയർ മെഡിക്കൽ സെന്റർ എന്ന പേരിലുള്ള 3ാമത്തെ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നാളെ വൈകിട്ട് 5-ന് നടക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു.
ഫർവാനിയ ഹബീബ് അൽ മുനവർ സ്ട്രീറ്റിലുള്ള പുതിയ സെന്ററിൽ ആധുനിക സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും മെഡിക്കൽ സ്റ്റാഫിന്റെയും സേവനത്തോടെയും ചികിത്സ ലഭ്യമാകും. കുവൈത്ത് എന്ന സ്ഥലത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാൻ ഒരു പക്ഷേ എത്തിപ്പെട്ടത് ആദ്യം തന്നെ കുവൈത്തിൽ ഫർവാനിയാണ്. അതുകൊണ്ട് തന്നെ ഫർവാനിയോട് എനിക്കൊരു ഇമോഷണൽ ഒരു അറ്റാച്ച്മെന്റും, ഫർവാനി എനിക്കൊരു ബ്രാഞ്ച് തുടങ്ങണം എന്നുള്ളൊരു തുടക്കം മുതലേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ നമ്മൾ ഫയലിന് സ്റ്റാർട്ട് ചെയ്തു, പാലിപ്പോലെത്തി, ഇപ്പോൾ ഫർവാനിയ എത്തിയിരിക്കുകയാണ്. നമ്മളൊരു പൈസ ഉണ്ടാക്കുന്ന ഒരു സംഭവത്തിനപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ്റെ അസുഖം മാറ്റുക എന്ന് പറഞ്ഞത് വലിയ പുണ്യമുള്ള കാര്യമാണ്. നമ്മുടെ ലക്ഷ്യങ്ങളിൽ ഒന്ന് ഇതൊരു മെഡിക്കൽ ഇൻഡസ്ട്രി എന്ന് ഒരിക്കലും തന്നെ ഇതിനെ ഒരു പേര് വിളിക്കാൻ പാടില്ല. ശരിക്കും മെഡിക്കൽ സർവീസാണ്. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിഷനും മിഷനും എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് കഴിവിൻ്റെ പരമാവധി നല്ല ട്രീറ്റ്മെന്റ് കൊടുത്ത് അതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും ഗുണം കിട്ടുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഭൂമിയിലും ആകാശത്തും ഉദ്ഘാടനം നമ്മളുടെ ഇപ്പോ നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നത് വെള്ളിയാഴ്ച ഏകദേശം ഒരു 4-5 മണിക്കാണ് ഉദ്ഘാടനം വെച്ചിട്ടുള്ളത്. ഫർവാനിയിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ മെഡെക്സ് മെഡിക്കൽ ഗ്രൂപ്പ് പ്രസിഡന്റും ചെയർമാനുമായ VP മുഹമ്മദ് അലി, മെഡെക്സ് പാർട്ണറായ ആദിൽ അഹമ്മദ് അബീബ് അൽ മുനവർ, ഗ്രൂപ്പ് CEO ഷർഫുദ്ദീൻ കണ്ണേദ്, ജനറൽ മാനേജർ ഇംതിയാസ്, HR മാനേജർ മുഹമ്മൂദ് അൽ ബലൂഷി, ഓപ്പറേഷൻ മാനേജർ ജുനൈസ് കൊയ്മ എന്നിവർ പങ്കെടുത്തു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ഖത്തർ ഒളിമ്പിക് മ്യൂസിയത്തിൽ സ്പോർട്സ് ലോഞ്ച് പ്രവർത്തനം ആരംഭിച്ചു. ഖത്തർ മ്യൂസിയംസ്, മീഡിയ സിറ്റി ഖത്തർ, SNRG എന്നിവരുടെ സഹകരണത്തോടെയാണ് ത്രൂ ടു 1 സ്പോർട്സ് ലോഞ്ചിന് തുടക്കമായത്. ഒരു ഒളിമ്പിക്സ് മ്യൂസിയത്തിൽ ആദ്യമായാണ് ഇലക്ട്രോണിക് സ്പോർട്സിനായി പ്രത്യേക ഇടം അനുവദിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും മികച്ച ഗെയിമിംഗ് സേവനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജൂൺ 1 മുതൽ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അറബ് വിദേശ വിമാന കമ്പനികളുടെ സർവീസുകൾ ഘട്ടം ഘട്ടമായി പുനരാരംഭിക്കും. അറ്റകുറ്റപ്പണികളും വികസന പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയ ശേഷമാണ് സർവീസുകൾ വീണ്ടും ആരംഭിക്കുക. സലീം കോട്ടയിലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സലീം, യുദ്ധം പ്രമാണിച്ച് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു നാട്ടിലേക്ക് പോകുന്നതിനും തിരിച്ചും മറ്റും. ഈ അറ്റകുറ്റപ്പണികൾ കൂടി അതിനിടയിൽ വന്നത് വലിയ പ്രശ്നമായിരുന്നു സർവീസുകൾക്ക്. അറ്റകുറ്റപ്പണികൾ എപ്പോൾ പൂർത്തിയാകുമെന്നാണ് പറയുന്നത്? വിനിഷ, പ്രവാസികൾക്ക് വലിയ സന്തോഷകരമാണ് പുറത്തു വരുന്നത്. ജൂൺ 1 മുതൽ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിദേശ വിമാന കമ്പനിയുടെ സർവീസുകൾ ക്രമേണ പുനരാരംഭിക്കുമെന്നാണ് കുറച്ചു നേരത്തെ DGCA ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഇറാൻ ആക്രമണത്തെ തുടർന്ന് വിമാനത്താവളത്തിലുണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിച്ച് അറ്റകുറ്റപ്പണികളും വികസന പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയ ശേഷമാണ് സർവീസുകൾ തിരിച്ചു കൊണ്ടുവരാനുള്ള DGCAയുടെ തീരുമാനം. യാത്രക്കാരുടെ സുരക്ഷയും സർവീസുകളുടെ സുഗമമായ നടത്തിപ്പും ഉറപ്പാക്കുന്ന ഘട്ടം ഘട്ടമായ പ്രവർത്തന പദ്ധതി പ്രകാരമായിരിക്കും സർവീസുകൾ പുനരാരംഭിക്കുന്നതായി DGCA ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ടെർമിനൽ 1 പാസഞ്ചർ ടെർമിനലിലെ എല്ലാ സംവിധാനങ്ങളും പുതുക്കി സജ്ജമാക്കിയിട്ടുണ്ടെന്നും അതോടൊപ്പം തന്നെ ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും പ്രവർത്തനമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹജ്ജ് സർവീസുകൾ ഉൾപ്പെടെയുള്ള പ്രത്യേക യാത്രാ പദ്ധതികളും ഈ ടെർമിനലിൽ നിന്ന് അവലോകനം ചെയ്തതായി നേരത്തെ അധികൃതർ അറിയിച്ചിരുന്നു. അതോടൊപ്പം നേരത്തെ കുവൈറ്റ് എയർവേസും ജസീറ എയർവേസിനും പുറമെ മറ്റ് വിദേശ വിമാന കമ്പനികളും ഘട്ടം ഘട്ടമായി സർവീസുകൾ ആരംഭിക്കുമെന്നതിനാൽ മലയാളികളടക്കമുള്ള ആയിരക്കണക്കിന് പ്രവാസികൾക്ക് ഇത് വലിയ ആശ്വാസമായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. വിരിഷ. ശരി, സലീം കോട്ടയിലാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. കുവൈത്തിൽ പിടികൂടിയ IRGC അംഗങ്ങളെ പബ്ലിക് പ്രോസിക്യൂഷൻ വിചാരണയ്ക്കായി കോടതിയിലേക്ക് റഫർ ചെയ്തു. രാജ്യത്തേക്ക് നുഴഞ്ഞുകയറി നിയന്ത്രിത സൈനിക മേഖലയിലേക്ക് കടന്നതിനെ തുടർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. സായുധ സേനയാണ് ഇവരെ കണ്ടെത്തി പിടികൂടിയത്. രാജ്യത്തിന്റെ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കുന്നതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. ഹൃദയാഘാതത്തെ തുടർന്ന് പ്രവാസി മലയാളി സൗദിയിലെ ദമാമിൽ മരിച്ചു. മലപ്പുറം തിരൂർ മംഗലം സ്വദേശി അബ്ദുൾ സത്താറാണ് മരിച്ചത്. ഹൈലിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. ഡ്രൈവിംഗിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം അൽക്കുബാറിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സാമൂഹിക പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. ദുബായിൽ അൺലോഡിങ്ങിനിടെ വാഹനം ദേഹത്ത് വീണ് റിക്കവറി ട്രക്ക് ഡ്രൈവർ മരിച്ചു. അൽക്കിസൈസ് വ്യവസായ മേഖലയിൽ വാഹനം അൺലോഡ് ചെയ്യുന്നതിനിടെയായിരുന്നു അപകടം. ക്രെയിൻ പ്രവർത്തിപ്പിക്കുമ്പോഴും അതിലെ പിഴവും കാരിയർ സുരക്ഷിതമായി ഉറപ്പിക്കുന്നതിൽ വരുത്തിയ വീഴ്ചയുമാണ് അപകടത്തിന് കാരണമായതെന്നാണ് സൂചന.
ഡ്രൈവർ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചതായി പോലീസ് അറിയിച്ചു. വാഹനങ്ങൾ ലോഡ് ചെയ്യുമ്പോഴും അൺലോഡ് ചെയ്യുമ്പോഴും സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും പോലീസ് പറഞ്ഞു. ദമാം തിരുവനന്തപുരം പ്രവാസി അസോസിയേഷൻ ബാലവേദിയും വനിതാ വിഭാഗവും ചേർന്ന ഫെസ്റ്റ് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരവും ക്വിസ് പരിപാടിയും നടന്നു. വ്യത്യസ്ത കലാപരിപാടികളും അരങ്ങേറി. ഭാരവാഹികളായ സലാം, രഞ്ജുരാജ്, അശോക് കുമാർ, ഷിയാസ് എന്നിവർ സംസാരിച്ചു. വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സൗമ്യ സജീവ്, ദേവി രഞ്ജു എന്നിവർ നേതൃത്വം നൽകി. ഷാർജ സെന്റ് മൈക്കിൾസ് കത്തോലിക്ക ദേവാലയത്തിലെ സിറോ മലബാർ കൂട്ടായ്മ വാർഷികാഘോഷവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. SMCA അജ്മാനാണ് ആഘോഷം സംഘടിപ്പിച്ചത്. ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ ജോൺ എടാട്ട് ഉദ്ഘാടനം ചെയ്തു. വിവിധ കലാകായിക പരിപാടികളും മ്യൂസിക് ബാൻഡ് സംഘം അവതരിപ്പിച്ച ഗാനമേളയും അരങ്ങേറി. സിറിയക് ജോസഫ്, സൗമ്യ അനോബ, ലത പോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബഹ്റൈനിലെ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ പുതിയ മാനേജിംഗ് കമ്മിറ്റി ഭാരവാഹികൾ ഇന്ത്യൻ എംബസി സന്ദർശിച്ചു. ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബുമായി കമ്മിറ്റി അംഗങ്ങൾ കൂടിക്കാഴ്ച നടത്തുകയും വിവിധ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്തു. ഇടവക വികാരി റവറന്റ് ഫാദർ ജേക്കബ് തോമസ്, അസിസ്റ്റന്റ് വികാരി റവറന്റ് ഫാദർ തോമസ് കുട്ടി PN, ഇടവക ട്രസ്റ്റി KP ജോൺ, ട്രസ്റ്റി എബി കുരുവിള എന്നിവർ സന്ദർശനത്തിന് നേതൃത്വം നൽകി. ബഹ്റൈനിലെ മികച്ച പാചക പ്രതിഭകളെ കണ്ടെത്താനായി ഗൾഫ് മാധ്യമവും മീ ഫ്രണ്ടും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലുലു ദം ദം ബിരിയാണി മത്സരത്തിന്റെ സെമിഫൈനൽ മത്സരം നാളെ നടക്കും. സെമിഫൈനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 30 പേർ നാളെ അൽ റീഫ് പാനേഷ്യ റെസ്റ്റോറന്റിൽ നടക്കുന്ന സെമിഫൈനൽ മത്സരത്തിൽ മാറ്റുരയ്ക്കും. മത്സരത്തിന്റെ ഗ്രാൻഡ് ഫിനാലെ ഈ മാസം 29-ന് സിഞ്ച് ഗലേറിയ മാളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നടക്കും. ബഹ്റൈനിൽ സ്റ്റുഡന്റ് ഗൈഡൻസ് ഫോറം മാതൃദിനാചരണം സംഘടിപ്പിച്ചു. ചടങ്ങിൽ അമ്മമാരെ ആദരിച്ചു. ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ പ്രസിഡന്റ് സ്മിത ജെൻസൺ മുഖ്യാതിഥിയായിരുന്നു. ഷൈനി നിത്യൻ, ഷീബ ഹബീബ്, ജിൻസി ജിബു, അഫിയ റെജീന, ഫാത്തിമ അനസ് എന്നിവർ സംസാരിച്ചു. മലപ്പുറം സ്വദേശിയായ വനിത ബഹ്റൈനിൽ നിര്യാതയായി. പെരിന്തൽമണ്ണ മലാപ്പറമ്പ് സ്വദേശിനി സെനിൽ ജോൺ ആണ് മരിച്ചത്. സൽമാനിയ ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്തു വരികയാണ്. ഭർത്താവ് ജെയിംസ് ജോസഫും ബഹ്റൈൻ പ്രവാസിയാണ്.